2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. COP30 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് COP30 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ബ്രസീൽ. 2025 COP30 ആണ്. COP30 ആതിഥേയത്വം വഹിക്കുന്നത് ബ്രസീലാണ്. 2024 അസർബൈജാനാണ്. COP29 അസർബൈജാനിൽ വെച്ചാണ് നടന്നത്. അസർബൈജാൻ. അടുത്തത് 2023 COP28 ദുബായിൽ വെച്ചായിരുന്നു. 2023 ദുബായ്, 2024 അസർബൈജാൻ, ഇനി 2025 ബ്രസീലിൽ വെച്ചായിരിക്കും. 2025 COP30 ബ്രസീലിൽ വെച്ചായിരിക്കും. 2023 പരിസ്ഥിതി ദിന സന്ദേശം. 2023 പരിസ്ഥിതി ദിന സന്ദേശം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം എന്നതായിരുന്നു 2023 പരിസ്ഥിതി ദിന സന്ദേശം. ഇനി 2024 എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. 2024 ഏതാണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. 2023 ഏതായിരുന്നു? പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം എന്നതായിരുന്നു 2023 പരിസ്ഥിതി ദിന സന്ദേശം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ഏത് വർഷമാണ്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ഏത് വർഷമാണ്? ഏതായിരുന്നു ചെറുധാന്യ വർഷം? 2023 ആയിരുന്നു അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത്. ഇനി 2024 എന്തായിരുന്നു? ഒട്ടക വർഷമായിരുന്നു. അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് 2024 ഐക്യരാഷ്ട്രസഭ ആചരിച്ചത്. ഇനി 2025 എന്തായിട്ടാണ്? അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം. ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം. അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമായിട്ടാണ് 2025 ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്. ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. 2024 ഒട്ടക വർഷം. 2023 ചെറുധാന്യ വർഷം. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിൻ്റെ പേര്. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിൻ്റെ പേര് ആധാർ മിത്ര. 278 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ തീവണ്ടി അപകടം നടന്ന സംസ്ഥാനം. 278 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ തീവണ്ടി അപകടം നടന്ന സംസ്ഥാനം. ഏത് സംസ്ഥാനമാണ്? ഒഡീഷ. ഒഡീഷയിലാണ് ബാലസോർ തീവണ്ടി അപകടം നടന്നത്. എന്നാണ് നടന്നത്? 2023 ജൂൺ 2 തീവണ്ടി അപകടം നടന്നത്. 2023 ജൂൺ 2 ഒഡീഷ. 278 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ തീവണ്ടി അപകടം നടന്ന സംസ്ഥാനം. 2023 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. 2023 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ജോൺ ഫോസിനാണ്. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഇനി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? നർഗീസ് മുഹമ്മദിക്കാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഇനി സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ്.
ക്ലോഡിയ ഗോൾഡിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ്. നർഗീസ് മുഹമ്മദിക്ക് സമാധാനത്തിനുള്ളതും ജോൺ ഫോസിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനവും ലഭിച്ചു. നോബൽ സമ്മാനം എല്ലാതും നന്നായിട്ട് നോക്കി പഠിച്ച് പോകേണ്ടതാണ്. 2024 ബുക്കർ പ്രൈസ് നേടിയത്. 2024 ബുക്കർ പ്രൈസ് നേടിയത് സാമന്ത ഹാർവിക്കാണ് 2024 ബുക്കർ പ്രൈസ് ലഭിച്ചത്. സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന കൃതിക്കാണ് ബുക്കർ പ്രൈസ് ലഭിച്ചത്. 2023 ബുക്കർ പ്രൈസ് ലഭിച്ചത് പോൾ ലിഞ്ചിനാണ്. 2023 ബുക്കർ പ്രൈസ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രോഫറ്റ് സോങ് എന്ന കൃതിക്കാണ്. പ്രവാചക ഗാനം അല്ലെങ്കിൽ പ്രോഫറ്റ് സോങ് എന്ന കൃതിക്കാണ് 2023 പോൾ ലിഞ്ചിന് ബുക്കർ പ്രൈസ് ലഭിച്ചത്. സാമന്ത ഹാർവിക്കാണ് 2024 ബുക്കർ പ്രൈസ് ലഭിച്ചത്. അവരുടെ ഓർബിറ്റൽ എന്ന കൃതിക്കാണ് ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഓർബിറ്റൽ അല്ലെങ്കിൽ ഭ്രമണപഥം. 2024 നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളത്തോടൊപ്പം ഒന്നാമത് എത്തിയ സംസ്ഥാനം. 2024 നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളത്തോടൊപ്പം ഒന്നാമത് എത്തിയ സംസ്ഥാനം. ഉത്തരാഖണ്ഡ്. തൊഴിൽ മന്ത്രാലയത്തിൻ്റെയും മൈക്രോസോഫ്റ്റ് ഇന്ത്യയുടെയും സംയുക്ത സംരംഭം. തൊഴിൽ മന്ത്രാലയത്തിൻ്റെയും മൈക്രോസോഫ്റ്റ് ഇന്ത്യയുടെയും സംയുക്ത സംരംഭം. ഡിജി സാക്ഷം. അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ്? അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ്? പുതിയ പെൻഷൻ പദ്ധതി. യൂണിഫൈഡ് പെൻഷൻ സ്കീം. UPS. യൂണിഫൈഡ് പെൻഷൻ സ്കീം. UPS. ഏകീകൃത പെൻഷൻ പദ്ധതിയാണ് UPS എന്നറിയപ്പെടുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വിന്നേഴ്സ് എഡ്യൂസോണിലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. എല്ലാവരും അത് പോയി കാണണം. അതിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഒളിമ്പിക്സിനെ പറ്റിയുള്ളത് കവർ ചെയ്തിട്ടുണ്ട്. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെൻസ് 57 കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെൻസ് 57 കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയത് അമൻ സെഹ്റാവത്ത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്ററിൽ ജേതാവായത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്ററിൽ ജേതാവായത് നോഹ ലൈൽസ്. എതിരെ ആരുടെ നോവലാണ്? എതിരെ എം കുഞ്ഞാമൻ. മറ്റു ചില നോവലുകൾ കൂടി നോക്കാം. TD രാമകൃഷ്ണൻ്റെ ഒരു നോവലാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര.
ഫ്രാൻസിസ് ഇട്ടിക്കോര. അതുപോലെ തന്നെ എൻ മോഹനൻ്റെ ഒരിക്കൽ. അഖിൽ പി ധർമ്മജൻ്റെ നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. എം കുഞ്ഞാമൻ്റെ എതിരെ. റൂത്തിൻ്റെ ലോകം ലാജോ ജോസിൻ്റെ നോവലാണ് ലാജോ ജോസ്. പൊന്നം KN പ്രശാന്ത്. ഒന്നുകൂടി നോക്കാം. എൻ മോഹനൻ്റെ ഒരിക്കൽ എന്ന നോവൽ, TD രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര, അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി, എം കുഞ്ഞാമൻ്റെ ഒരു നോവലാണ് എതിരെ. റൂത്തിൻ്റെ ലോകം എഴുതിയത് ലാജോ ജോസ് ആണ്. റൂത്തിൻ്റെ ലോകം. പൊന്നം KN പ്രശാന്ത്. 2024 യുനെസ്കോയുടെ ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? 2024 യുനെസ്കോയുടെ ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? സ്ട്രാസ്ബർഗ്. സ്ട്രാസ്ബർഗ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗാണ് 2024 യുനെസ്കോയുടെ ലോക പുസ്തക തലസ്ഥാനം. 2024 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ. 2024 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരായിരുന്നു? ഇന്ത്യ ആയിരുന്നു. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? രോഹിത് ശർമ്മ. ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. മാൻ ഓഫ് ദ സീരീസ് ആരായിരുന്നു? ജസ്പ്രീത് ബുംറ. ജസ്പ്രീത് ബുംറ. മാൻ ഓഫ് ദ മാച്ച് വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച്. ഇന്ത്യൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? രോഹിത് ശർമ്മ. മാൻ ഓഫ് ദ സീരീസ് ആരായിരുന്നു? ജസ്പ്രീത് ബുംറ. മാൻ ഓഫ് ദ മാച്ച് വിരാട് കോഹ്ലി. 2024 പത്മശ്രീ പുരസ്കാര ജേതാവായ കായിക താരം. 2024 പത്മശ്രീ പുരസ്കാര ജേതാവായ കായിക താരം രോഹൻ ബൊപ്പണ്ണ. ലക്ഷദ്വീപിൽ പ്രവർത്തനമാരംഭിച്ച ഇന്ത്യയുടെ പുതിയ നാവിക താവളം ഏത്? ലക്ഷദ്വീപിൽ പ്രവർത്തനമാരംഭിച്ച ഇന്ത്യയുടെ പുതിയ നാവിക താവളം ഏത്? INS ജഡായു. (2024) പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ വെങ്കലം നേടിയത്? 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ വെങ്കലം നേടിയത്? സ്പെയിൻ. മലയാളിയായ PK അബ്ദുൾ ജബ്ബാർ ചുവടെ പറയുന്നവയിൽ ഏത് ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ്? മലയാളിയായ PK അബ്ദുൾ ജബ്ബാർ ചുവടെ പറയുന്നവയിൽ ഏത് ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ്? സൺഡേ ഫാമിംഗ്. കേന്ദ്ര ഷിപ്പിംഗ് തുറമുഖ മന്ത്രാലയത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട കായിക താരം ആരെ? കേന്ദ്ര ഷിപ്പിംഗ് തുറമുഖ മന്ത്രാലയത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട കായിക താരം ആരെ? മനു ബാക്കർ. ഇത്തവണ നമ്മൾ SCERTയിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ത്രികാണ്ടിയുടെ ഗ്രന്ഥകർത്താവ്. ത്രികാണ്ടിയുടെ ഗ്രന്ഥകർത്താവ് ഭർതൃഹരി.
ഗ്രന്ഥങ്ങളും ഗ്രന്ഥകർത്താവും ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾക്കൊള്ളുന്നു എന്നതുമാണ് കൊടുത്തിട്ടുള്ളത്. അഭിജ്ഞാന ശാകുന്തളം, കാളിദാസൻ. നാടകം, കുമാരസംഭവം, കാളിദാസൻ. കാവ്യം, മൃച്ഛകടികം, ശൂദ്രകൻ. നാടകം. സ്വപ്ന വാസവദത്തം, ഭാസൻ. നാടകം. തൃകാണ്ഡി, ഭർതൃഹരി. വ്യാകരണം. അമരകോശം, അമരസിംഹൻ. നിഘണ്ടു. ചോദിച്ചിരിക്കുന്ന ചോദ്യം തൃകാണ്ഡിയാണ്. ഭർതൃഹരി വ്യാകരണമാണത്. സാഹിത്യ വിഭാഗം വ്യാകരണത്തിലാണ് പെടുന്നത്. വേദാന്ത ദർശനത്തിൻ്റെ വക്താവ്. വേദാന്ത ദർശനത്തിൻ്റെ വക്താവ്. ബാദരായണ. ദർശനങ്ങളും വക്താക്കളുമാണ് നൽകിയിരിക്കുന്നത്. സാംഖ്യ കപിലൻ, യോഗ പതഞ്ജലി, ന്യായ ഗൗതമൻ, വൈശേഷിക കണാദൻ, വേദാന്ത ബാദരായണ, മീമാംസ ജൈമിനി. വേദാന്തയാണ് ചോദിച്ചിരിക്കുന്നത്. ബാദരായണ. എല്ലാ വ്യക്തികൾക്കും മികച്ച രീതിയിലുള്ള പ്രത്യുൽപാദന ആരോഗ്യ സംവിധാനങ്ങൾ, കുടുംബാസൂത്രണം, മാതൃ ആരോഗ്യ പരിപാലനം, വയോജന പരിപാലനം എന്നിവ ലഭ്യമാക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര ഏജൻസി. എല്ലാ വ്യക്തികൾക്കും മികച്ച രീതിയിലുള്ള പ്രത്യുൽപാദന ആരോഗ്യ സംവിധാനങ്ങൾ, കുടുംബാസൂത്രണം, മാതൃ ആരോഗ്യ പരിപാലനം, വയോജന പരിപാലനം എന്നിവ ലഭ്യമാക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര ഏജൻസി. UNFPA. UNFPA, യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്, UNFPA. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ അറിയപ്പെടുന്നത്. പർവ്വതങ്ങൾ. ഗാഗ്ര നദിയുടെ പോഷകനദി. ഗാഗ്ര നദിയുടെ പോഷകനദി. കാളി. ദാൽ തടാകത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം. ദാൽ തടാകത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം. ശ്രീനഗർ. കാശ്മീർ താഴ്വരകളിൽ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ്. കാശ്മീർ താഴ്വരകളിൽ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. കരേവാസ് കുങ്കുമ കൃഷിക്ക് യോജിച്ചതാണ്. കുങ്കുമ കൃഷിക്ക് യോജിച്ചതാണ് കരേവാസ്. കാശ്മീർ താഴ്വരകളിൽ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. ഡച്ചിംഗാം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഡച്ചിംഗാം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ പുനർസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന്. ജമ്മു കാശ്മീർ പുനർസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന് 2019. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? പരുത്തി.
ശ്രീനഗർ കാർഗിൽ മേഖലകളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? സോജില. ശിവഭക്തരായ ഭക്തകവികൾ അറിയപ്പെട്ടിരുന്നത്? ശിവഭക്തരായ ഭക്തകവികൾ അറിയപ്പെട്ടിരുന്നത് നായനാർമാർ. നായനാർമാർ എന്നറിയപ്പെട്ടിരുന്നത് ശിവഭക്തരും ആൾവാർമാർ എന്നറിയപ്പെട്ടിരുന്നത് വിഷ്ണു ഭക്തരുമാണ്. വിഷ്ണു ഭക്തർ അറിയപ്പെട്ടിരുന്നത് ആൾവാർമാർ എന്നായിരുന്നു. ശിവഭക്തർ നായനാർമാർ. ഭക്തിപ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത് എവിടെ വെച്ച്? ഭക്തിപ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത് എവിടെ വെച്ച്? തമിഴ്നാട്. അനുഭവ മണ്ഡപം എന്ന ചർച്ചാവേദി രൂപീകരിച്ചത്? അനുഭവ മണ്ഡപം എന്ന ചർച്ചാവേദി രൂപീകരിച്ചത് ബസവണ്ണ. ബസവണ്ണ. അനുഭവ മണ്ഡപം 12-ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. അല്ലമ്മ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡലത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ജാതി, ലിംഗ വിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത്. ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങൾക്ക് പകർന്നു നൽകി. വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചത്? വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചത് ബസവണ്ണ. പത്മാവത് എന്ന കൃതിയുടെ രചയിതാവ്? പത്മാവത് എന്ന കൃതിയുടെ രചയിതാവ് മാലിക് മുഹമ്മദ് ജൈസി. മാലിക് മുഹമ്മദ് ജൈസി. പ്രാദേശിക ഭാഷകളിലുണ്ടായ പ്രധാന സാഹിത്യകൃതികളും രചയിതാക്കളും. തമിഴ് 4000 ദിവ്യപ്രബന്ധം ആഴ്വാർമാർ. തിരുമുറൈകൾ നായനാർമാർ. കന്നഡ വചനങ്ങൾ ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു. തെലുങ്ക് മഹാഭാരത വിവർത്തനം നന്നയ്യ തിക്കണ്ണ യരപ്രഗത. ഹിന്ദി പത്മാവത്, മാലിക് മുഹമ്മദ് ജൈസി. മലയാളം ജ്ഞാനപ്പാന, പൂന്താനം. അധ്യാത്മ രാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മുഹിയുദ്ദീൻ മാല, ഗാസി മുഹമ്മദ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. ഉത്തര മഹാസമതലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? മലപ്പുറം. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂർ. താഴെ തന്നിരിക്കുന്നതിൽ മടക്കു പർവ്വതനിരയ്ക്ക് ഉദാഹരണം. താഴെ തന്നിരിക്കുന്നതിൽ മടക്കു പർവ്വതനിരയ്ക്ക് ഉദാഹരണം. ബി ആൻഡ് സി ആണ്. അറ്റ്ലസും ആൽപ്സും മടക്കു പർവ്വതങ്ങളാണ്. ഹിമാലയവും മടക്കു പർവ്വതമാണ്. ഹിമാലയം. അറ്റ്ലസ്, ആൽപ്സ് ആണ് ആൻസർ. ഉത്തരം ഡി ആണ്. ബിയും സിയും മടക്കു പർവ്വതങ്ങളാണ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു?
വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? എപ്പിഫൈറ്റുകൾ. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികൾ ഉണ്ട്? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികൾ ഉണ്ട്? 24. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 3. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ജലം. കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? മേൽപ്പറഞ്ഞവയെല്ലാം: രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം എന്നിവയെല്ലാം കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ബാധിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത്? അനാമിക. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സ്ഥലത്തെ കണ്ടൽ കാടുകളിൽ ആണ് കടുവകൾ കാണപ്പെടുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സ്ഥലത്തെ കണ്ടൽ കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? പശ്ചിമ ബംഗാൾ. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏത്? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏത്? ആർദ്രം. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? പ്രിയങ്ക.